നമസ്കാരം, മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തേക്കാണ് ഇപ്പോൾ ഏറ്റവും പോകുന്നത്. അന്ന് പോയപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അന്ന് പോയപ്പം ഞാനും ഏട്ടനും അതുപോലെ തന്നെ പോപ്പിയുമായിട്ടാണ് പോയത്. ഇന്ന് പക്ഷേ ഞങ്ങൾ ഹോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പോപ്പിക്ക് ഇത് 2ാം തവണയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലൗഡിയാണ്. മഴ ചെറുതായിട്ട് ചാറിയിട്ടുണ്ടായിരുന്നു രാവിലെ. എന്നാലും കുഴപ്പമില്ല, മഴയൊന്നും നമുക്കധികം പണി തരില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ കുറേ സാധനങ്ങൾ ഈ പോപ്പിയുടെ തന്നെയാണ് കേട്ടോ. പോപ്പിക്ക് ഇപ്പം വഴി കൂടെ പോകുമ്പം ആവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും ചെറിയ രീതിയിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ദിവസത്തേക്കൊന്നും അല്ല, വെറും 2 ദിവസത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ശനിയും ഞായറുമായിട്ടാണ് ഞങ്ങൾ പോയിട്ട് തിങ്കളാഴ്ച തിരിച്ചു വരാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. റോഡൊക്കെ നല്ല രസകരമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ആ ജേർണി, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം, പോപ്പിയുള്ള ഒരു യാത്ര, ഓരോ യാത്രകളും ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ ഹോൾ ഫാമിലി ആയിട്ട് പോകുമ്പം അത്രയും സ്പെഷ്യലാണ്. അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് സ്ഥലത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്നൊന്ന് നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് മുട്ടയും അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിപ്സ് കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് നടക്കാം. അല്ല അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈയും കാലമൊക്കെ വേദനയാവുമല്ലോ. പിന്നെ പോപ്പിയുടെ കാര്യം നോക്കണമല്ലോ, പോപ്പിക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുട്ടയൊക്കെ കഴിച്ചു, പോപ്പിക്കും കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നിന്നു. മഴയില്ലാത്തത് കൊണ്ടും വെയിലധികം ഇല്ലാത്തത് കൊണ്ടും ഒക്കെ ഞങ്ങൾക്ക് നല്ല സുഖമായിട്ട് അത്രയും നേരം ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റി. പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ പോണ വഴിക്കൊക്കെ കുറേ വർത്താനവും തമാശയൊക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോപ്പിയുടെ വക ഭയങ്കര കോമാളിക്കളികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആസ്വദിച്ചു. യാത്ര അധികം വിരസമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് തിരുവനന്തപുരം തന്നെ പോകാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഒരു വട്ടം പോയപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈ വർഷം തന്നെ ഫെബ്രുവരിയിലായിരുന്നു കേട്ടോ പോയത്. അന്നത്തെ യാത്ര 5 ദിവസത്തേക്കായിരുന്നു. പക്ഷെ 5 ദിവസവും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഇത്തവണ ഞങ്ങൾക്ക് അങ്ങനെ അധികം സ്ഥലങ്ങളിലേക്കൊന്നും പോകാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലാനുണ്ട്, രാവിലെ ഇവിടെ വൈകുന്നേരം അവിടെ, അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ പോയിട്ട് വരാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു അത്. ഞാൻ അന്ന് പറഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു തിരുവനന്തപുരം നഗരവും അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വട്ടവും ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകാൻ നോക്കിയത്. പിന്നെ ഫാമിലി ആയിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഉണ്ട്. അപ്പം കഴിഞ്ഞ വട്ടം ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞായിരുന്നു, പോപ്പീനെയും കൊണ്ട് ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റിൽ കയറാൻ പറ്റി, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സെയിം റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ ഈ വട്ടം പോയത്. കാരണം പോപ്പിക്കും ഇരിക്കാമല്ലോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പഴയ സ്ഥലത്ത് തന്നെ പോപ്പി ഇരിപ്പായി. പിന്നെ അച്ഛനും അമ്മയും റെസ്റ്റ് റൂമൊക്കെ നമുക്കും യൂസ് ചെയ്യാം. നല്ലൊരു റെസ്റ്റോറൻ്റ് ആട്ടോ അത്. അതായത് നമുക്ക് നല്ല പ്രൈവസി ഉണ്ട്. മുകളിലത്തെ നിലയിലാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പം ഞങ്ങൾ മീൽസാണ് പറഞ്ഞത്. മീൽസ് കഴിച്ചു. നല്ല ഫുഡൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ നോക്കുക, പോപ്പിക്കും കൂടി വരാൻ പറ്റുമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. ഒരുമിച്ച് കഴിക്കാമല്ലോ. അല്ലെങ്കിൽ രണ്ടുപേരായിട്ടോ അല്ലെങ്കിൽ ഏട്ടൻ ഒറ്റയ്ക്കായിട്ടൊക്കെ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇത്തിരി വിഷമമാണല്ലോ. അപ്പം എല്ലാം അലോ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന്, കാരണം ഒരു ലോങ് ജേർണി ആണല്ലോ, 8 hours എടുക്കുന്ന ഒരു ജേർണി ആയതുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നടന്ന് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീണ്ടും യാത്രയിലാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും തോന്നിയില്ല പോപ്പി ഉള്ളത് കൊണ്ട്. അവിടെ ചെന്നു പോപ്പീനെയും ഞങ്ങൾ പോയത് ഒരു ഹോം സ്റ്റേയിലേക്കാട്ടോ. ഋതു ഹോം സ്റ്റേയിലാണ്. ഞങ്ങൾ ഇതിന് മുമ്പത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. കാരണം പോപ്പിക്കും കൂടി പോകാൻ പാകത്തിനാണ് ഞങ്ങൾ എപ്പോഴും ബുക്ക് ചെയ്യുക. അപ്പോൾ ഹോം സ്റ്റേ ആകുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടില്ല. പോപ്പീനെ അവിടെ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 2 റൂംസായിട്ട് എടുത്തു. അത്യാവശ്യം നല്ല ക്ലീനാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട് പോലെ തന്നെ തോന്നിക്കും രീതിയിലാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വൈകിട്ട് വെറുതെ അങ്ങനെ ഇരുന്നാൽ പോരല്ലോ, ഒരു 5 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ബ്ലോക്കാണ് ഞങ്ങളാകെ പണി തന്നത്. ഞങ്ങൾ വൈകുന്നേരം
അങ്ങനെ കുളിച്ച് കുട്ടപ്പിമാരൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് ഒന്ന് പത്മനാഭൻ്റെ അവിടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തെ വൈബ് ഞങ്ങൾക്ക് അറിയില്ല അവിടെ. ഞങ്ങൾ എപ്പോൾ പോയാലും രാവിലെകളിലാണ് പോയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കാർ എടുത്തില്ല, പകരം ഊബറിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള കാഴ്ചകളാണ് ആ കാണുന്നത്. ഇപ്പുറത്തേക്കൊക്കെ ഞങ്ങൾ ചോദിക്കുകയാണ് വഴി. നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തല്ല കേട്ടോ, ഋതുവിൻ്റെ തന്നെ വേറൊരു ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ ഇവട്ടം നിന്നത്. കാരണം റൂംസ് അവൈലബിൾ ആയിരുന്നില്ല അവിടെ. അപ്പം ഞങ്ങൾ വേറെ തന്നെ അവരുടെ തന്നെ കുറച്ച് ഒരു 50 മീറ്റർ ദൂരത്തിലുള്ള തന്നെ ഋതുവിൻ്റെ വേറൊരു ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ ഊബറിൽ പോവുകയാണ്. പോപ്പി പിന്നെ അറിയാലോ, ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പോപ്പിക്ക് ഇങ്ങനെ പറക്കുന്ന പോലെ വിൻഡോ സൈഡിൽ ഇങ്ങനെ നിൽക്കണം. പിന്നെ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിടുകയാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ പൊതുവേ നമ്മൾ AC യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞിക്കാറിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വിൻഡോ ഒക്കെ താഴ്ത്തിയിടുമ്പം അവൾക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ. പിന്നെ രാത്രിയിലെ കാഴ്ചകളും നല്ല രസമുണ്ട്. എല്ലായിടത്തും എന്താ പറയുക, വിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ട്രീറ്റ് അടിപൊളിയാണ്. പിന്നെ പത്മനാഭൻ്റെ അവിടെ ഉറക്കമില്ലല്ലോ ആർക്കും. ഏത് നേരത്ത് പോയാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ആളുകളെയും എല്ലാം കാണാം, തിരക്കുമുണ്ട്, നല്ല രസമുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിങ്ങനെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഊബറിൽ കൊടുത്ത സ്ഥലം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നടക്കേണ്ടി വന്നു ഞങ്ങൾക്ക് നടയിലേക്ക് പോകാനായിട്ട്. നടയിലേക്കെന്ന് വെച്ചാൽ അകത്തേക്ക് പോകാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ല, കാരണം വൈകി പോയിട്ടുണ്ട്. 7:20 വരെയാണ് അവിടെ ദർശന സമയമുള്ളത്. 6:45 തുടങ്ങി. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അതിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റിയില്ല. പിന്നെ അത് ഞങ്ങൾക്ക് അറിയായിരുന്നു, 5 മണിക്കാണല്ലോ ഞങ്ങൾ അവിടെ ഹോം സ്റ്റേയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ, ആ ഒരു വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ കാണുക, അത്രയേ ഞങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം ചില കടകളൊന്നും മോർണിംഗ് ടൈമിലാവുമ്പോൾ നമ്മൾ വെയിൽ കാരണം കുറേ ഒന്നും കണ്ടിട്ടില്ല, കുറേ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ പോണ വഴിക്കൊക്കെ നല്ല നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ സ്ട്രീറ്റ് വേറൊരു രീതി തന്നെയാണല്ലോ. ആ നടേൻ്റെ ആ ഭാഗവും അങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ ഒരു വേറെ വൈബ് തന്നെ നമുക്ക് തരുന്നുണ്ട്. കുറച്ചധികം നടന്നു വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ അറിഞ്ഞില്ല. പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ കടകളാണെങ്കിൽ പോലും സാരിയുടെയൊക്കെ കടകളാണെങ്കിലും നല്ല രസമല്ലേ. ഈ രാത്രി ആകുമ്പോൾ നല്ല ബൾബൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് എല്ലാവരും കൂടി നടന്നു പോവാണ്. പിന്നെ അപ്പോഴാണ് ഞങ്ങൾ അവിടെ ഒരു വെങ്കിന്നാണെന്ന് തോന്നുന്നു, ഒരു നടൻ്റെ ഒരു ഇഡ്ഡലിക്കട അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതിന് ചുറ്റും. അപ്പോഴാണ് ഞങ്ങൾ നോട്ടീസ് ചെയ്തത് അതായിരിക്കും ആ കട എന്ന്. നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത് തന്നെയായിരുന്നു ആ കട. കുറേ ആളുകളുണ്ടായിരുന്നു. പിന്നെ നടയുടെ ഭാഗത്താണെങ്കിലും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾ അകത്ത്, ഞാനും അച്ഛനും അമ്മയും കൂടി ഒന്ന് അകത്ത് കയറി. ഏട്ടൻ പോപ്പിനെയും കൊണ്ട് പുറത്ത് തന്നെ നിന്നു. അകത്ത് കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൻ്റെ പരിസര ഭാഗത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ പോയി. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ കുളത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഫോട്ടോ ഒന്നും ക്ലിയർ ആവുന്നില്ല. രാത്രി ആയതുകൊണ്ടും ഒരു ബാക്കിൽ വെളിച്ചം കാരണമൊക്കെ ഭയങ്കര ബ്ലേർഡ് ആവുകയാണ്. എന്നാലും വേണ്ടിയില്ല, ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം, അവിടെ വരെ വന്നതല്ലേ. അപ്പം എന്തായാലും ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ വെച്ചിരിക്കുകയാണ്. ചുറ്റിനും നല്ല നല്ല കടകളൊക്കെ ഉണ്ട്, കുഞ്ഞു ഐറ്റംസ് ഒക്കെയുള്ള. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോഴൊരു കാര്യം അതാണല്ലോ, അമ്പലത്തിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ വലിയ ഇഷ്ടമല്ലേ. പിന്നെ പത്മതീർത്ഥക്കുളം, അതും പറയേണ്ടത് തന്നെയാണ്. നല്ല രസമായിട്ട് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അവിടെ നിൽക്കാൻ തന്നെ നല്ലൊരു കുളിർമയാണ്. രാവിലെകളിൽ വന്നപ്പോൾ ഭയങ്കര ചൂടായിട്ട് ഞങ്ങൾ ഓടുമായിരുന്നു. ഞങ്ങൾക്ക് അധികം നേരം ഇങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ രാത്രി ആകുമ്പോൾ നല്ല തണുപ്പുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ. പിന്നെ ചുറ്റുമുള്ള വെളിച്ചവും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതയായിരുന്നു. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്നു, ഞാനും അച്ഛനും അമ്മയും കൂടി നിന്നു. കുറച്ച് നേരമൊക്കെ ആസ്വദിച്ചു. പിന്നെ നമ്മുടെ പോപ്പീനെ ഏട്ടനെയൊക്കെ ഓർത്ത് വേഗം ഇങ്ങോട്ട് പുറത്തോട്ട് പോന്നു. അവിടെ അവർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അധികം ആൾക്കാരില്ല, രാവിലത്തെ പോലെ ചൂടും ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് അത്ര പ്രോബ്ലം ഉണ്ടായില്ല. പിന്നെ നിരയിലുണ്ടായിരുന്ന കുറേ കടകളൊക്കെ ഞങ്ങൾ നോക്കി കണ്ടു. കുറേ ഇങ്ങനെ ചെരുപ്പ് കട, അതുപോലെ തന്നെ ബാഗ്, പിന്നെ എന്തൊക്കെയോ ഐറ്റംസ്, കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ചുറ്റും. ഒക്കെ നോക്കി കണ്ടു. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ആ സമയത്ത് അവിടുത്തെ ഒരു ഫോട്ടോ ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ കുറേ നേരം എൻ്റെ സെൽഫി എടുക്കും. പിന്നെ ഇവരെയൊക്കെ വിളിച്ച് കയറ്റി ഇവരോടും പറയും, വാ നമുക്ക് നിൽക്കാം, നല്ല രസമല്ലേ. കാരണം മെമ്മറീസാണ് ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിലും ഞാൻ മാക്സിമം ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. കാരണം ഇതൊക്കെ ഒരു മെമ്മറിയാണ്. നമ്മൾ ഫോണിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഇതിനകത്തൊക്കെ ആണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും
അതങ്ങനെ തന്നെ കിടക്കുമല്ലോ ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല നല്ല മൊമെൻറ്റ്സ് വന്നപ്പോൾ ഞാൻ കുറേ ക്യാപ്ചർ ചെയ്യാൻ നോക്കി. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഊബറിനല്ല കേട്ടോ, ഓട്ടോറിക്ഷയിലാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര കോമഡി ആയിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞു 4 പേരും കൂടി നല്ല ഇച്ചിരി പാടുപെട്ടെങ്കിലും കോമഡി ആയിരുന്നു ഞങ്ങൾക്ക്. ഇടയ്ക്കല്ലേ ഞങ്ങളിങ്ങനെ നമുക്കൊക്കെ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകാനുള്ളൊരു കാര്യം, ഒരു അവസരങ്ങൾ കിട്ടുക. അപ്പോൾ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യും. അങ്ങനെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവാണ്, ഹോം സ്റ്റേയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തേക്ക് വന്നതും അന്നത്തെ വൈകുന്നേരത്തെയും കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി അടുത്തടുത്ത വ്ളോഗുകൾ വരുന്നുണ്ട്. നമ്മൾ അടുത്ത ദിവസത്തെയും ഞായറാഴ്ച ദിവസം പോയതും അതുപോലെ തിരിച്ചു വരുന്നതും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത വ്ളോഗ് വരുന്നത് വരെ താങ്ക് യു.